ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ അത്യാവശ്യമായി നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സത്യമാണ്. അതാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് പറയുന്നത്. കണക്ക് തന്നെയാണ് ഭൂമിയെ ചലിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കണക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കരുതി കൂടുതൽ റിസർച്ച് ചെയ്യുക ഈ സബ്ജക്റ്റിനെ പറ്റി. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് കൂടുതൽ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങുക. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം, മനുഷ്യന്റെ സ്വഭാവങ്ങളെ കുറിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിൽ പലതരം സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. ഒന്ന് പറയുന്നത് ബെൽ കർവ് എന്ന് പറയുന്നു. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ റിസർച്ച് ചെയ്താൽ ബെൽ കർവ് എന്താണ്, അതിനെ മനുഷ്യനെ എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്ന് നമുക്ക് പഠിക്കാം. ഇന്റർനെറ്റിൽ റിസർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നാമൊക്കെ അറിയുന്ന പോലെ നമ്മളെ പോലെയുള്ള പല ആളുകൾ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, വളരെ ധൈര്യശാലികളായ ആളുകൾ. അതായത് അവർ പുതിയ കാര്യങ്ങൾ കണ്ടാൽ വേഗം അത് ചെയ്തു നോക്കാൻ ശ്രമിക്കും, വാങ്ങാൻ ശ്രമിക്കും. പുതിയ ആശയങ്ങൾ കേട്ടാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കും. ചില ആളുകൾ എല്ലാത്തിനും സംശയത്തോടെ കാണും. അവര് ഫസ്റ്റ് അത് ഏറ്റെടുക്കില്ല. പക്ഷെ കൂടുതൽ ആളുകൾ വാങ്ങുന്നത് കണ്ടാൽ അതിന്റെ ക്വാളിറ്റി മനസ്സിലായാലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായാൽ അവരത് ഏറ്റെടുക്കും. ചില ആളുകൾ വിശ്വാസമുള്ള ആളുകളുണ്ട്. അത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വിശ്വാസത്തോട് കൂടി മുന്നോട്ട് പോകും. അത് കാലങ്ങളോളം അവർ അതിന്റെ പിറകെ പോകും. ചില ആളുകൾ അവസരവാദികളായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഓഫർ പോലുള്ളതൊക്കെ കിട്ടിയാൽ അവർ വാങ്ങും. ചില ആളുകളാണെങ്കിൽ എല്ലാം ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. എന്ത് കണ്ടാലും അവർ വാങ്ങാതെ പോകും. ചില ആളുകളാണെങ്കിൽ വിമർശിക്കും. ആരെന്ത് പറഞ്ഞാലും ഇത് ശരിയല്ല, അത് ശരിയല്ല, ഈ പ്രൊഡക്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു മിക്സ് ആണ് ലോകം. ലോകത്തിൽ ഏകദേശം 8 ബില്യൺ ആളുകളുണ്ട്, കോടിക്കണക്കിന് ആളുകളിൽ. ഒരുപാട് ആളുകൾ നമ്മെ പോലെ സംസാരിക്കാനും നമ്മെ പോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മെ പോലെയുള്ള 10% ആളുകളെങ്കിലും ഭൂമിയിലുണ്ട്. നമ്മെ പോലെ ചിന്തിക്കുന്ന ആളുകളാവാം, നമ്മെ പോലെ സംസാരിക്കുന്ന ആളുകളാവാം. നമ്മുടേതായ താല്പര്യങ്ങൾ, അതേ താല്പര്യങ്ങൾ, നമ്മൾ പ്രത്യേക ഒരു കളിയിലാണ് താല്പര്യമെങ്കിൽ ആ കളിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം. ചില മടിയന്മാരാണെങ്കിൽ നമ്മെ പോലെ മടിയന്മാരായ ആളുകൾ ഉണ്ടാവാം. യാത്രകൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളിലും ഇതുപോലെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ കഴിയും. അതായത് ഇപ്പൊ നമുക്ക് തോന്നുന്നുണ്ടാവും, ഞാൻ ഈ പറയുന്നത്, ഇപ്പൊ എന്റെ അവസ്ഥയിൽ ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും കേൾക്കാനുണ്ടോ? എന്നാൽ എനിക്ക് കൃത്യമായി അറിയാം, ഞാൻ പറയുന്നത് കേൾക്കാൻ ഭൂമിയിൽ ഒരു 10% ആളുകളുണ്ട്. അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പല ആളുകളും ഓക്കെ, ഈ പറയുന്നത് സത്യമാണല്ലോ, ഇത് ശരിയാണല്ലോ, ഇതൊന്ന് ചെയ്തു നോക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഗുണപരമാവുമെന്ന് കരുതി ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളുണ്ടാവും, പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ധൈര്യമായി മുന്നോട്ട് പോകാം, അതുപോലെ തന്നെ നിങ്ങൾക്കും ധൈര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഭൂമിയിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ടാണ് ചില സൗഹൃദങ്ങൾ നിങ്ങൾക്ക് വളരെ ആനന്ദകരമായി തോന്നും. ചില ആളുകളുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അകൽച്ച പാലിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതിന് കാരണം എന്താണ്? ഈ ഒരൊറ്റ തത്വമാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സുഹൃത്തുക്കൾ വേണമെങ്കിൽ കൂടുതൽ ആളുകളുമായി ഇടപെടണം. ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൽ 1 എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ 1000ൽ 100 എന്ന് നമുക്ക് കണക്കിൽ പറയാം, സത്യമായി വരും. അത് 10,000 ആകുമ്പോൾ കൂടുതൽ അത് സത്യത്തോട് അടുത്ത് വരും. ആ 1,00,000 1 കോടിയോ ആളുകളിൽ എത്തിക്കഴിഞ്ഞാൽ 100% നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി ഭയങ്കര വിലയാണ്, സാധാരണ കൊടുക്കുന്നതിനേക്കാളും വിലയാണ്. നമുക്ക് തോന്നുന്നുണ്ടാവും ഇതാരും വാങ്ങില്ല എന്ന്. എന്നാൽ സത്യത്തിൽ ഒരു 10-15% ആളുകൾ നമ്മുടെ ക്വാളിറ്റി കണ്ട്, നമ്മുടെ വിലയൊന്നും പ്രശ്നമാക്കാതെ നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് വാങ്ങുന്ന ആളുകളുണ്ട്.
100% നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫ്രീ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ റോഡ് സൈഡിൽ വെച്ചിട്ട് പല സമയത്തും വിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഡിസ്കൗണ്ടിലും ഫ്രീ ആയിട്ട് വരെ കൊടുക്കാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴും ആ വഴിയിലൂടെ നടന്നു പോകുന്ന പലരും അതിനെ ഇഗ്നോർ ചെയ്തു പോകും. അത് അവർ സംശയത്തോടെ കാണും. നാളെ ഇതിന്റെ പിറകെ എന്ത് വരും എന്ന് അറിയില്ല. ചില ആളുകൾ ഫ്രീ കിട്ടിയാൽ വാങ്ങുന്ന ആളുകൾ ഉറപ്പായും ഒരു 10% ആളുകൾ അതിൽ നിന്ന് വാങ്ങുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഏത് വിലക്ക് ആണെങ്കിലും ഏത് ആശയം മറ്റുള്ളവരിലേക്ക് പറയുകയാണെങ്കിലും അതിന് ഒരു നിശ്ചിത ശതമാനം ആളുകൾ മാത്രമേ അതിനെ അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ശതമാനം കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ആളുകളിലേക്ക് എത്തണം, കൂടുതൽ ആളുകളോട് പറയുക, കൂടുതൽ ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് പോവാം. പുറത്ത് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അടുത്ത നാട്ടിൽ പോയി നോക്കുക, അവിടെ കൂടുതൽ ആളുകളെ കിട്ടാം. അങ്ങനെ എത്ര ആളുകളിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ ആശയങ്ങളും എത്തിക്കാൻ സ്ഥിരമായി ഉത്സാഹിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒരു പ്രാസംഗികനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എത്തിപ്പെടാം. നമുക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി എപ്പോഴും ഉണ്ടാവും നമ്മെ ഇഷ്ടപ്പെടുന്ന. അപ്പൊ ആ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളെ അത് നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾസ് റോയ്സ് അല്ലെങ്കിൽ ഫെരാറി പോലുള്ള കാറുകൾ, അവർ എത്രയോ 4 ചക്രമുള്ള കാറാണ്, സാധാരണ സ്റ്റിയറിംഗും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ 1 ലക്ഷം രൂപയുടെ നാനോ കാറിന്റെ അതേ ഫെസിലിറ്റി 4 പേർക്ക് പോകാൻ പറ്റുന്ന കാറ്, ചിലപ്പോൾ അതിലും കുറവ് ഒരാൾക്ക് വരെ മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന കാറുകൾ വരെയുണ്ട്, കോടിക്കണക്കിന് രൂപ വിലയുള്ള. ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾ വാങ്ങുന്നത്? ഇതിനും ആളുകളുണ്ട്. അപ്പോൾ ആ ആളുകളിലേക്ക് എത്തുക എന്നതാണ്. അവര് ചിലപ്പോ പരസ്യം ചെയ്യുന്നത്, അവരുടെ പരസ്യം നമ്മുടെ ടിവിയിലോ പേപ്പറിലോ കാണില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ പേപ്പർ വായിക്കുന്നുണ്ടാവില്ല. പേപ്പർ വായിച്ച് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ സംസാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് അപ്പോ കൊലപാതകവും കൊള്ളയും ഇതൊക്കെ ചിന്തിച്ച് സമയം കളയുന്നുണ്ടാവില്ല. അവരെന്ത് ചെയ്യുന്നുണ്ടാവും? പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ, ഈ കൊലപാതകം നടക്കുമ്പോൾ അതെങ്ങനെ മാറ്റാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആവും അവർ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൂടുതൽ എത്തിച്ചേരുക, നമുക്ക് വേണ്ട ആളുകളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതൊരു പ്രൊഡക്റ്റ് ആവട്ടെ, ഒരു ആശയമാവട്ടെ, എന്തിലും. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലായിട്ടുള്ള ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ ലോകത്ത് നല്ലൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.